നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീൽ പോകുന്നതിനെ പരിഹസിച്ച പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് UDF കൺവീനർ അടൂർ പ്രകാശ്. താൻ പറഞ്ഞത് വളച്ചൊടിച്ചെന്നാണ് അടൂർ പ്രകാശിന്റെ വിശദീകരണം. അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് UDFും എന്ന് തന്നെ അത് വ്യക്തമാക്കി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ച അവസരത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞു. അപ്പീൽ പോകണോ വേണ്ടയോ എന്ന് അടൂർ പ്രകാശോ UDFോ അല്ല തീരുമാനിക്കേണ്ടത്. അപ്പീൽ പോകുക, അപ്പീൽ പോകട്ടെ, പോകരുതേ എന്ന് ഞങ്ങൾ ആരെയും തടസ്സം ചെയ്തിട്ടില്ല. അവർ അപ്പീൽ പോകട്ടെ. ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും. നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും. ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, അത് തന്നെ പറഞ്ഞു. അതിന് ശേഷം ബാക്കി പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, അങ്ങനെ ഒരു നിലപാട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉള്ള നിലപാടുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്കനുസരിച്ച് ഞാൻ പറയാറുണ്ട്. അതൊക്കെ എൻ്റെ ഒരു നിലപാടാണ്. ഇപ്പം ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് പറഞ്ഞ് അത് വെട്ടിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പരാമർശത്തെ തള്ളി രംഗത്ത് വന്നതോടെയാണ് അടൂർ പ്രകാശിന്റെ നിലപാട് മാറ്റം. ഇന്ന് രാവിലെ അടൂരിൽ UDF കൺവീനർ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഇപ്പോൾ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി നൽകിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും അടൂർ പ്രകാശിൻ്റേത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വരമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി പിന്തുണയ്ക്കുകയാണ് അന്ന് അടൂർ പ്രകാശ് ചെയ്തത്. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലും സമാന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ആദ്യം അടൂർ പ്രകാശിൽ നിന്ന് ഉണ്ടായത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോടതി വിധി വന്നതിനെ തുടർന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണ്. ആദ്യം ഇക്കാര്യത്തിൽ സർക്കാർ അപ്പീൽ പോകുന്നതിനെ വിമർശിച്ച അടൂർ പ്രകാശ് പിന്നീട് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ നടത്തിയ ഇടപെടലിനെ തുടർന്ന് ആ അഭിപ്രായം തിരുത്തി പിന്നീട് രംഗത്ത് വരുന്നതിനാണ് ഇന്നിപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി R. ശ്രീജിത്ത് ചേരുന്നുണ്ട്. R. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഈ മലക്കം മറിച്ചിലിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പൊതുവെ പ്രകടിപ്പിക്കുന്ന നിലപാടെങ്കിലും ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച UDFിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് MP നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസിനെ വിവാദത്തിലാക്കിയിരിക്കുന്നത്. മുന്നണിയുടെ കൺവീനർ തന്നെ തനിക്ക് ദിലീപിന് നീതി ലഭിച്ചതിൽ വ്യക്തിപരമായി സന്തോഷമുണ്ട് എന്ന കാര്യം മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. എന്നാൽ അത്തരമൊരു പ്രതികരണം വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം മലക്കം പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പ്രതികരണം പൂർണ്ണമായി മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തില്ല, മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ അടൂർ പ്രകാശിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ അദ്ദേഹം രാവിലെ നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്നും അതിൽ വ്യക്തിപരമായി തനിക്ക് സന്തോഷമുണ്ട്, ആരെ ദ്രോഹിക്കാനുണ്ട് എന്ന് സർക്കാർ നോക്കി നടക്കുകയാണ് എന്ന പ്രതികരണവും അടൂർ പ്രകാശിൽ നിന്ന് ഉണ്ടായി. എന്നാൽ അതിജീവിതയ്ക്കൊപ്പമാണ് പാർട്ടിയും UDFും എന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ് രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നു. ഇതോടെയാണ് അടൂർ പ്രകാശ് തൻ്റെ ആദ്യ പ്രതികരണം തിരുത്തി മാധ്യമങ്ങളെ പഴിചാരേണ്ട സ്ഥിതിയിലേക്ക് വന്നത്. എന്തായാലും അടൂർ പ്രകാശ് പറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് രാവിലെ മാധ്യമങ്ങളെല്ലാവരും സംപ്രേഷണം ചെയ്തത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നു താൻ പറഞ്ഞത് മുഴുവനായി കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പോളിംഗ് ദിവസം മുന്നണിയെ വിവാദത്തിലാക്കിയതിൻ്റെ പേരുദോഷമാണ് അടൂർ പ്രകാശിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത് എന്നാണ് നമുക്ക് ഈ
ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ KPCC അധ്യക്ഷനും VM സുധീരനെ പോലെയുള്ള നേതാക്കൾ അടൂർ പ്രകാശിനോട് എൻ്റെ പ്രതികരണത്തോട് പ്രതികരിക്കാനേ ഇല്ല എന്ന നിലപാടെടുത്തു. എന്നാൽ രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഈ പ്രതികരണം നടത്തിയത്. അത് അടൂർ പ്രകാശ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം UDF എല്ലാ കാലത്തും കോൺഗ്രസും അതിജീവിതയ്ക്കൊപ്പമാണെന്ന് അദ്ദേഹം അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.